അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധ ശഅബാൻ മാസത്തിലെ വിശിഷ്ടമായ ബറാഅത്ത് രാവിനെ കാത്തിരിക്കുകയാണ് നമ്മൾ. ഓരോ സെക്കൻഡുകളും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടുന്ന, പ്രതിഫലങ്ങളെ വാരിക്കൂട്ടാവുന്ന ഒരുപാട് ഓഫറുകൾ അള്ളാഹു പ്രഖ്യാപിച്ച നല്ല രാവാണ് നമ്മിലേക്ക് വരുന്നത്. ബുദ്ധിയുള്ളവരൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഒരുപാട് കാലത്ത് ആയുസ്സൊന്നും നമുക്കില്ല. ചെറിയ സമയത്തുള്ള ജീവിതത്തിൽ ഇത്തരം ഓഫറുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ജയിച്ചു കയറേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെ ദുഖാൻ സൂറത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. ഈ ആയത്തിന് ചില മുഫസ്സിറുകളായ പണ്ഡിതന്മാർ വിശദീകരണം പറഞ്ഞത്, ഈ ആയത്തിൽ പറഞ്ഞ മുബാറക്കായ ബർക്കത്താക്കപ്പെട്ട രാത്രി എന്ന് പറഞ്ഞാൽ അൽ മുറാദു മിനൽ ലൈലത്തിൽ മുബാറക, അത് ലൈലത്തുൻ നിസ്ഫി മിന ശഅബാൻ, ശഅബാൻ പകുതിയിലെ ബറാഅത്ത് രാവാണ് എന്നാണ്. ഇതിന് 4 പേരുകളാണ് മഹാന്മാർ നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവർ കൂടുമ്പോഴാണല്ലോ പേര് കൂടുക. ഒന്ന് അൽ ലൈലത്തുൽ മുബാറക, ബർക്കത്തുള്ള രാത്രിയാണ്. കാരണം ഈ രാത്രിയിൽ നന്മ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു ഒരുപാട് ഖൈറും ബർക്കത്തും ധാരാളമായി ചൊരിഞ്ഞു നൽകുന്നതാണ്. അന്നത്തെ ദിവസം അള്ളാഹു വിളിച്ചു പറയത്രേ, ഹൽ മിൻ സായിലിൻ ഫഅതി, ആരെങ്കിലും വല്ലതും ചോദിക്കുന്നുണ്ടോ, ഞാൻ കൊടുക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ലഹു, ആരെങ്കിലും പൊറുക്കലിനെ തേടുന്നുണ്ടോ, ഞാൻ പുറത്തു കൊടുക്കാൻ റെഡിയാണ്. നമ്മൾ ചോദിക്കാത്ത പ്രശ്നമേ ഉള്ളൂ. ലൈലത്തുർ റഹ്മ, കാരുണ്യത്തിൻ്റെ രാത്രിയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മിലേക്ക്, ഭൂലോകത്തേക്ക്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് പെയ്തിറങ്ങുന്ന നല്ല രാവ്. ലൈലത്തുൽ ബറാഅ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന്, അതുപോലെ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന രാവാണ്. ലൈലത്തുസ്സഖ്, നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷത്തെ മുഴുവൻ പദ്ധതികളും രേഖപ്പെടുത്തി വെക്കുന്ന രാവ്. 5 പ്രത്യേകതകൾ ഈ രാത്രിക്ക് മഹാന്മാർ പറയുന്നുണ്ട്. ഒന്നാമത്തേത് തഫ്രീഖു കുല്ലു അംരിൻ ഹക്കീം, അടുത്ത വർഷം വരെയുള്ള എല്ലാം നിർണയിക്കപ്പെടുന്നത് ബറാഅത്ത് രാവിലാണ്. ഭക്ഷണവും ആയുസ്സും എല്ലാം, നന്മയും തിന്മയും ജോലിയും പരാജയവും വിജയവും ക്ഷേമവും ക്ഷാമവും, ആരൊക്കെയായി നമ്മൾ കൂടിച്ചേരുന്നു, വേർപിരിയുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, യോജിപ്പുണ്ടാകുന്നു, വിയോജിപ്പുണ്ടാകുന്നു, അഭിമാനവും നിന്ദതയും വിശാലതയും തൗഫീക്കും, അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന, കടന്നു വരുന്ന മുഴുവൻ പ്രതിഭാസങ്ങളെയും രേഖപ്പെടുത്തുന്ന രാവ്. ഈ രാത്രിയിൽ ഭക്ഷണത്തിൻ്റെ ലിസ്റ്റ് മീകായിൽ അലൈഹിസ്സലാമിൻ്റെ കയ്യിലും, അതുപോലെ പ്രശ്നങ്ങളുടെയും ദുരിതങ്ങളുടെയൊക്കെ ലിസ്റ്റ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കയ്യിലും, പ്രവർത്തനങ്ങൾ, നമ്മുടെ അമലുകൾ, അതിൻ്റെ അഅ്മാലുകളുടെയൊക്കെ ലിസ്റ്റ് ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ കയ്യിലും. ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ വഹുവ മലക്കുൻ അലീമുൻ, ഒരു വലിയ മലക്കാണ്. അതുപോലെ മരണത്തിൻ്റെ ലിസ്റ്റ് അസ്റായിൽ അലൈഹിസ്സലാമിൻ്റെ കയ്യിലും അള്ളാഹു നൽകുകയാണ്. ഇവയിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതുവരെ എന്നറിയോ? ഒരാളിങ്ങനെ സ്ട്രീറ്റിലൂടെ, അങ്ങാടിയിലൂടെ നടക്കുന്നതും, അവൻ വിവാഹം ചെയ്യുന്നതും, മക്കളുണ്ടാവണതും, അങ്ങനെ തുടങ്ങി അവൻ്റെ ജീവിതത്തിലെ മുഴുവൻ വിഷയങ്ങളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. രണ്ടാമത് ഫളീലത്തുൽ ഇബാദത്തു ഫിഹാ, ബറാഅത്ത് രാവിൽ ഇബാദത്ത് ചെയ്യുന്നതിന് വളരെ പവറാണ്, വലിയ പ്രതിഫലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, 5 രാവുകൾ, ആ രാവുകൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയാൽ വജബത്ത് ലഹുൽ ജന്ന, അവനിക്ക് സ്വർഗം നിർബന്ധമായി. പാസ്റ്റ് ടെൻസ് പറഞ്ഞത് നിർബന്ധമായി.
ആ 5 രാവുകളിൽ ഒരു രാവാണ് ലൈലത്തുൻ നിസ്ഫു മിന ശഅബാൻ. ശഅബാൻ 15ന്റെ രാവ്, പകുതിയിലെ രാവ്. മൂന്നാമത്തെ പവറാണ് നുസൂലുർ റഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ യൻസിലു ലൈലത്തൻ നിസ്ഫി മിന ശഅബാൻ ഇല സമാഇദ് ദുനിയ. അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഐ തൻസിലു റഹ്മത്തുഹു, അള്ളാഹുവിന്റെ കാരുണ്യം കൂടുതലായി ഇറങ്ങുന്ന സമയമാണ്. വഖ്തു ഖുറൂബു ശംസി ഇലാ തുലൂഇൽ ഫജ്ർ, ബറാഅത്ത് രാവിന്റെ സൺസെറ്റ് മുതൽ, സൂര്യാസ്തമയ സമയം മുതൽ, ഇലാ തുലൂഇൽ ഫജ്ർ, സൺറൈസിന്റെ സമയം വരെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൂടുതലായി ഇറങ്ങുന്ന സമയം. നാലാമത്തെ പവറാണ്, പ്രത്യേകതയാണ് ഹുസൂലുൽ മഗ്ഫിറ. അല്ലാഹു തആല മുഴുവൻ മുസ്ലിമുകൾക്കും അവരുടെ ജീവിതയാത്രയിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുന്ന രാവാണ്. അള്ളാഹു ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ്, ആരെങ്കിലും പൊറുക്കലിനെ തോടുന്നുണ്ടോ? ഞാൻ പുറത്തു കൊടുക്കാൻ റെഡിയാണ്. എന്നിട്ട് അവൻ്റെ ചെറുത് വലുത് എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷേ ജ്യോത്സ്യന്മാരും സിഹിർ ചെയ്യുന്ന ആളുകളും അതുപോലെ കള്ളുകുടിയന്മാർക്കും മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന അവരുടെ കോപം സമ്പാദിച്ച ആളുകൾക്കും വ്യഭിചാരത്തിൻ്റെ മേൽ നിത്യമായ ആളുകൾക്കൊന്നും അള്ളാഹു പുറത്തു കൊടുക്കൂല. തൗബ ചെയ്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുപോയവർ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ നല്ലൊരു രാവാണ് ബറാഅത്ത് രാവ്. അഞ്ചാമത്തെ പ്രത്യേകതയാണ് ഇന്നഹു ഉഅ്തിയ ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമാമ ശഫാഅ. നാളെ മഹ്ശറയിൽ അല്ലാഹു തആല പൂർണ്ണമായി പാപികളായ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റെക്കമെൻഡ് ചെയ്യാനുള്ള ഷഫാഅത്തിന് പൂർണ്ണാധികാരം കൊടുത്തത്, ഷഫാഅത്ത് പൂർണ്ണമായി ചെയ്യാനുള്ള അനുമതി കൊടുത്തത് അത് ശഅബാൻ 15ന്റെ ബറാഅത്ത് രാവിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ 13ന്റെ രാത്രി ഉമ്മത്തിനു വേണ്ടി ഷഫാഅത്തിനെ ചോദിച്ചു. അപ്പോൾ അല്ലാഹു തആല 1/3 ആളുകൾക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അനുമതി നൽകുകയാണ്. 14ന്റെ രാത്രിയും തൻ്റെ ഉമ്മത്തിനു വേണ്ടി ഷഫാഅത്തിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2/3 ഭാഗവും ഉമ്മത്തിനു വേണ്ടി ഷഫാഅത്ത് തേടാൻ, ഷഫാഅത്ത് ചെയ്യാൻ അള്ളാഹു അനുമതി നൽകി. 15 രാത്രിയും ചോദിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഷഫാഅത്ത് ചെയ്യാനുള്ള പൂർണ്ണ ഷഫാഅത്തിന്റെ അധികാരം ശഅബാൻ 15ന്റെ രാവിലാണ് അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഅബാൻ 15ന്റെ രാവിലെ ഇങ്ങനെ കണ്ടു. മുത്തുനബി തങ്ങൾ സുജൂദിൽ വീണിട്ട് ദുആയിൽ ഇങ്ങനെ വ്യാപൃതനായിട്ട് അള്ളാഹുവിനോട് സുജൂദിൽ വീണ് കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു തആല നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട, നിങ്ങളുടെ റെക്കമെൻഡ് കാരണമായിട്ട് നിങ്ങളുടെ ഉമ്മത്തിൽ പാപികളായ ദോഷികളായ ആളുകളിൽ 1/3 വിഭാഗത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ കൂടുതലായി ചെയ്യാൻ തുടങ്ങി. സെക്കൻഡ് ടൈം, രണ്ടാമത്തെ തവണയും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാണ്, നബിയെ നിങ്ങളോട് അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, പാപികളായ നിങ്ങളുടെ ഉമ്മത്തിൽ നിന്നുള്ള 2/3 വിഭാഗം ആളുകളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ മതിയാക്കിയിട്ടില്ല, അവിടുന്ന് ദുആ വർദ്ധിപ്പിക്കുകയാണ്. സുജൂദിൽ വീണിട്ട് ദുആ വർദ്ധിപ്പിക്കുകയാണ്. 3ാമത്തെ പ്രാവശ്യവും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാൻ, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന്, പാപികളായ മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചിട്ടുണ്ട്.
റൂഹുൽ ബയാന്റെ തഫ്സീറിൽ, സൂറത്തു ദുഹാനിന്റെ തഫ്സീറിൽ റൂഹുൽ ബയാനിൽ ഇസ്മായിൽ ഹിക്കി റളിയല്ലാഹു അൻഹു ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുന്നുണ്ട്, അതദ്റൂന ലിമ സുമ്മിയ ശഅബാൻ ഖാലു അല്ലാഹു വറസൂലു അലം. സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്തേ ഈ ശഅബാൻ മാസത്തിന് ശഅബാൻ എന്ന് പേര് വെക്കാൻ കാരണം നിങ്ങൾക്കറിയോ? സഹാബത്ത് പ്രതികരിച്ചത്, അല്ലാഹു റസൂലിനെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ലിഅന്നഹു യതശഅബു ഫീഹി ഖൈറുൻ കസീർ, ധാരാളം ഖൈറുകളെ കൊണ്ട് നിറക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ടാണ് ശഅബാൻ നിറക്കപ്പെട്ടത് എന്നർത്ഥം വരുന്ന ഈ മാസം തിനിങ്ങനെ പേര് വെച്ചത് എന്ന് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അയ്യ ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശഅബാൻ എന്ന ആ മാസത്തിന്റെ പേരിൽ 5 ലെറ്റേഴ്സാണ്, 5 അക്ഷരങ്ങളാണുള്ളത്. 5 മുഅ്മിനീങ്ങൾക്ക് വലിയ ഗുണമുദ്ദേശിക്കുകയാണ്. ഷീൻ എന്ന് പറഞ്ഞാൽ ഷറഫാണ്, ഷഫാഅത്താണ്. ഐൻ ഇസ്സത്താൻ, ബ ബിറാൻ, അലിഫ് ഇൽഫത്താൻ, നൂൻ നൂറാൻ. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ആരെങ്കിലും ശഅബാൻ മൻ അല്ലമ ശഅബാൻ, ആരെങ്കിലും ശഅബാനിനെ ബഹുമാനിച്ചു, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ചാൽ, അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ വ്യാപൃതനായാൽ, തമ്മാടിത്തരങ്ങളിൽ നിന്ന് അവൻ്റെ നഫ്സിനെ, ശരീരത്തെ കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ അല്ലാഹു തആല അവൻ്റെ പാപങ്ങൾ പൊറുക്കുന്നു. വഅമനഹു മിൻ കുല്ലി മാ യകൂനു ഫീ തിൽക സനതി മിനൽ ബലായ, ഇനി വരുന്ന ഒരു വർഷത്തിൽ അവനിക്കുണ്ടാകാവുന്ന എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ നൽകുകയും ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഈ രാവിൽ നമ്മൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. ഈ രാവിൽ നമ്മൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. പ്രധാനമായിട്ട് ചെയ്യേണ്ടത് 3 യാസീനുകൾ നമ്മൾ ഓതണം. 3 യാസീൻ ഓതണം. അതുപോലെ സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണം. യാസീന് അസറിന് ശേഷമാണോ മഗ്രിബിന് ശേഷമാണോ എന്ന് പലർക്കും ഡൗട്ട് വരാറുണ്ട്. അസറിന് ശേഷമാണ് മുൻഗാമികളായ പല പണ്ഡിതന്മാരും ചെയ്തു വന്നതായി ചരിത്രത്തിൽ കാണുന്നത്. ഇപ്പോഴും യമനിലൊക്കെ മഹാന്മാർ അസറിന് ശേഷമാണ് ചെയ്യുന്നത്. ഇമാം ഷാലിയാത്തി റഹിമഹുല്ല 4 മദ്ഹബിലും വലിയ അവഗാഹം നേടിയ വലിയ പണ്ഡിതനാണ്. മഹാൻ പറയുന്നത് നല്ലത് അസറിന് ശേഷമാണെന്നാണ്. എന്നാൽ മഗ്രിബിന് ശേഷം പല പണ്ഡിതന്മാരും മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിൽ ആവണം എന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പോൾ നമുക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി പറ്റുന്നവരൊക്കെ അസറിന് ശേഷവും മഗ്രിബിന് ശേഷവും ഓതുന്നത് നല്ലതാണ്. 3 യാസീൻ ഓതേണ്ട രൂപം, ഇടയിൽ സംസാരിക്കാതെ നല്ല ഖുർആൻ നോക്കിയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരാതെ കൃത്യമായിട്ട് നമ്മൾ പാരായണം ചെയ്യണം. കിബിലക്ക് തിരിഞ്ഞിരുന്ന് നീയത്ത് വെച്ചിട്ട് വേണം ഖുർആൻ യാസീൻ സൂറത്ത് ഓതാൻ. 1-ാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് നമ്മൾ നീയത്ത് വെക്കേണ്ടത് ബിനിയത്തിൽ ബറക്കത്ത് ഫിൽ ഉംരി വലിമൻ യുഹിബ്ബുഹു, അവൻ്റെ ആയുസ് ജീവിതത്തിൽ അവനിക്കും അവൻ്റെ ഇഷ്ടജനങ്ങൾക്കും ബർക്കത്തുണ്ടാവാൻ വേണ്ടി കരുതിയിട്ട് വേണം യാസീൻ ഓതാൻ. 2-ാമത്തത് തൻ്റെയും തൻ്റെ അഹ്ലുകാരുടെയും ഭക്ഷണത്തിൽ ബർക്കത്തോടെ വിശാലത ലഭിക്കാനാണ്, ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവാനാണ്. 1-ാമത്തത് ആയുസ്സിൽ ബർക്കത്തുണ്ടാവാനാണ്. 2-ാമത്തത് ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവാനാണ്. 3-ാമത്തത് തനിക്കും തൻ്റെ അഹ്ലുകാരും വിജയികളിൽ ഉൾപ്പെടാൻ വേണ്ടി, വിജയിച്ച ആൾ ദുനിയാവിലും ആഖിറത്തിലും ജയിക്കുന്ന ആളുകളിൽ പെടാൻ വേണ്ടി നിയത്ത് വെച്ചിട്ടാണ് ഓതേണ്ടത്. അതിനുശേഷം സൂറത്ത് ദുഹാൻ ഓതുക. അതിനുശേഷം അള്ളാഹുവിനോട് കൂടുതലായി പൊറുക്കലിനെ തേടുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒരു തെറ്റും ചെയ്യാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡെയിലി 100 ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടെങ്കിൽ ബറാഅത്ത് രാവിൽ ചുരുങ്ങിയത് 1000 തവണയെങ്കിലും ഇസ്തിഗ്ഫാർ ചെല്ലണമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. കൽബ് ഗോത്രക്കാരുടെ ആടിൻ്റെ രോമത്തിൻ്റെ അത്രയും തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും പൊറുക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്.
അത്രയ്ക്കും പവറുള്ള പാപങ്ങളൊക്കെ പുറത്തു കിട്ടുന്ന രാവാണ്. അതോടൊപ്പം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് 100 പ്രാവശ്യവും യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് 100 പ്രാവശ്യവും പിന്നെ കൂടുതലായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും നല്ല പച്ചക്കുബ്ബയ മനസ്സിൽ കൊണ്ടുവന്ന് ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. പിറ്റേന്ന് ദിവസം ബറാഅത്തിന്റെ പകലിൽ നോമ്പ് നോക്കലും പ്രത്യേകം സുന്നത്താണ്. മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, വസുമു നഹാറഹ, ബറാഅത്തിന്റെ പകൽ സമയത്ത് നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്താണ്. അല്ലാഹു തആല ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനും ഈ നല്ല രാവുകളൊക്കെ അള്ളാഹു നമുക്ക് കാരണമാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.